കേരളത്തിലെ പ്രവേശനോത്സവം മറ്റ് ആഘോഷങ്ങളെപ്പോലെ ജനങ്ങൾ നെഞ്ചിലേറ്റിയ വലിയൊരു ഉത്സവമായി മാറിയിരിക്കുകയാണെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ. മലപ്പുറം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം തിരുവാലി ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവേശനോത്സവം ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞാനിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആഘോഷങ്ങളെ പോലെ ഒരു ആഘോഷമായി മാറിയിരിക്കുകയാണ് പ്രവേശനോത്സവം. കാരണം ലക്ഷക്കണക്കിന് വീടുകളിൽ നിന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു, 2 ലക്ഷത്തിലധികം പുതിയ കുട്ടികൾ വരുന്നു. അപ്പോൾ അതിന്റെ ഒക്കെ ഒരു ആവേശമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് പൊതുവായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ കൂടി പ്രവേശനോത്സവം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ള ഒരു നിലവാര തകർച്ച, കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന റിപ്പോർട്ടുകൾ, അവർ അന്വേഷണ പരമ്പരയിലൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ആശങ്കപ്പെടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയുഗ വിദ്യാലയമായിരിക്കും UDFന്റെ ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഫോക്കസ് കൊടുക്കുന്ന ഏരിയ. വിദ്യാഭ്യാസ നിലവാരം കാത്തുസൂക്ഷിക്കണം. ആഘോഷങ്ങൾക്കൊപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തെ ചില പ്രധാന വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. എല്ലാവരും 10ാം ക്ലാസ് പാസ്സാവുക എന്നതിനൊപ്പം തന്നെ പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ നിലവാരം കൃത്യമായി സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് പ്രധാനം. അതിനായുള്ള കൃത്യമായ ശ്രമങ്ങളായിരിക്കും UDF സർക്കാർ നടപ്പിലാക്കുകയെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവാലി.